السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد، بسم الله شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة محمد صلى الله عليه وسلم. ബഹുമാനവും അതിലേറെ ആദരവും നിറഞ്ഞ വാഴയിൽ കുടുംബത്തിലെ കുടുംബനാഥന്മാർ, കുടുംബിനികൾ, പ്രിയപ്പെട്ട മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം, ഈ ഒരു ഒരുമിച്ചുകൂടൽ, ഈ ഒരു ഒത്തുകൂടൽ റബ്ബ് പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഒരു ഇഫ്താർ മീറ്റ് ഏകദേശം 10 വർഷത്തോളമായി, 11 വർഷത്തോളമായി പ്രഭാഷണ മേഖലയിൽ ഞാനുണ്ട്. നിങ്ങളുടെ ഈ ഏകദേശം ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റം ബദിയടുക്ക വരെയുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാം. അവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അവിടുത്തെ ഇതുവരെയുള്ള പരിപാടികളിൽ നിന്ന് വളരെ വ്യതിനിബ്ധമായി എന്നെ ചിന്തിപ്പിച്ച 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയ. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. സത്യത്തിൽ ഈ യോഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അധ്യക്ഷർ ഷഫീർക്ക, അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം പറഞ്ഞ റംഷാദ്, സത്യത്തില് ഈ കുടുംബത്തെ എന്നല്ല, ഈ കാണുന്ന ഈ ഒരു ജനസാഗരത്തെ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. ഈ പറയപ്പെട്ട ഈ 2 ആൾക്കാർ, ഉസ്താദ് പറഞ്ഞ വിവരവും അറിവുമല്ലാത്ത ഒന്നും ഈ വാഴയിൽ ഫാമിലിയെ കുറിച്ച് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ വയനാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, എന്നെ വിളിച്ച ഒരാൾ ചോദിച്ചു, നാളെ ഇരിട്ടിയിലാണല്ലോ പ്രസംഗം, അത് ഇരിട്ടിയിൽ എവിടെയാണ്? കടവൂർ എന്നല്ലേ പറയാ, കടവൂർ റിസോർട്ട്. അങ്ങനെ അതൊരു ഗൂഗിളിൽ ഞാൻ കണ്ടത് അത്രമാത്രം. എൻ്റെ ക്യാമറമാൻ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ കിട്ടിയത് മാത്രം. അതല്ലാതെ മറ്റൊന്നും ഈ ഫാമിലിയെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി. അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 നൂറ്റാണ്ട് മുമ്പ്, 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ഉത്തമമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ ഒരു കുടുംബ സംഹിതയാണ്, ഒരു കുടുംബമാണ് ഈ വാഴയിൽ കുടുംബം എന്നുള്ളത് 2 ആളുകളുടെ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അള്ളാഹു ഈ കുടുംബത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എന്താ കാരണം എന്നറിയോ? ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറഞ്ഞു തരാം. ആ കഥയിലൂടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. കുടുംബം എന്താണ്? ആരാവണം കുടുംബനാഥൻ? കുടുംബിനി ആരാവണം? ഉമ്മ ആരാവണം? മക്കൾ ആരാവണം? വളരെ പ്രവിശാലമായ വിഷയമാണ്. എൻ്റെ മുമ്പിൽ കുറച്ച് സമയമുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ കുറഞ്ഞ സമയം നിങ്ങളുമായി സംവദിക്കട്ടെ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 2 രീതിയിലാണ് എന്നെ ചിന്തിപ്പിച്ച് കളഞ്ഞത്. സ്വാഗത ഭാഷകൻ ഇവിടെ കയറി വന്നിട്ട്
ഈ ഒരു പരിപാടിക്ക് മുന്നിൽ നിന്ന് അതിന് പ്രചാരകരായ പ്രബോധകരായ ഓരോ ആളുകളെയും പറഞ്ഞു പരിചയപ്പെടുത്തി അവർക്ക് നന്ദി പറഞ്ഞതിന് ശേഷമാണ് സ്വാഗതം പറഞ്ഞത്. നോക്കെൻ്റെ പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. നമ്മുടെ അധ്യക്ഷ ഭാഷകൻ ഇവിടെ എഴുന്നേറ്റ് നിന്നു. തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ, തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ, തൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മറ്റുള്ളവരെ ഓർത്തിട്ട് അവരുടെ കൂടെയായിരുന്നു ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വെമ്പലോടെയാണ് ആ സഹോദരൻ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയാതെ ഈ സദസ്സിലിരുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന വാഴയിലെ കുടുംബക്കാരാ, പ്രിയപ്പെട്ട സഹോദര, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എൻ്റെ കൂടെ സ്വർഗത്തിലാരാ? എൻ്റെ കൂടെ സ്വർഗത്തിലാരാണെന്ന് മൂസ നബി അള്ളാഹിനോട് ചോദിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു മൂസ നബി സ്വർഗത്തിലാ. അതുകൊണ്ടാണല്ലോ അള്ളാഹിനോട് ചോദിച്ചത്, പടച്ച റബ്ബേ, എൻ്റെ കൂടെ സ്വർഗത്തിൽ ആരാന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിൽ മൂസാ നബി സ്വർഗത്തിലാണെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് കൊടുത്ത ഒരു വിഭാഗം ആരാന്നറിയോ? ഹബീബായ നബി തങ്ങൾ. മൂസ നബി അത് ഉറപ്പിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിൻ്റെ ദീൻ അനുശാസിക്കുന്ന രീതിയിൽ കറകളഞ്ഞ ഈമാനുള്ള മനുഷ്യനാരോ ഈ റമദാനിനെ സാക്ഷിയാക്കി, ഈ ഇഫ്താർ സംഗമത്തെ സാക്ഷിയാക്കി ഈ വാഴയിൽ കുടുംബത്തോട് ഓർമ്മപ്പെടുത്തി ആരാണ് യഥാർത്ഥ മുഅ്മിനെന്നറിയോ? അവന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർത്ത് വിതുമ്പുന്ന, അവരെ ഓർത്ത് സങ്കടപ്പെടുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, അവരെ സ്മരിക്കുന്ന, അവരുടെ നന്മകൾ പറയുന്നവരാരോ അവനാണ് ലോകത്ത് ഏറ്റവും വലിയ നന്മ ചെയ്തവന്, അവനാണ് ലോകത്ത് ഏറ്റവും പുണ്യം ചെയ്തവന്. ആ വിഭാഗത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. മൂസ നബി അല്ലാഹുവോട് ചോദിക്കുകയാണ്, റബ്ബേ, നിന്റെ സ്വർഗം എനിക്ക് തരുവല്ലോ? ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരൻ ആരാണെന്ന് മൂസ നബി അല്ലാഹുവോട് ചോദിക്കുകയാ. മൂസ നബിയോട് അല്ലാഹ് മറുപടി പറയാ, മൂസ നബിയെ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരു ഇറച്ചി കച്ചവടക്കാരനാ, ഒരു മാംസ കച്ചവടക്കാരനാണ്. മഹാനായ മൂസ നബി അത്ഭുതപ്പെടുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇത്രമേൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനസഞ്ചയത്തെ മുഴുവനും ഇസ്ലാമിൻ്റെ സത്യസരണി കാണിച്ചു കൊടുക്കാൻ പ്രബോധകനായി, പ്രചാരകനായി ലോകത്തേക്ക് പറഞ്ഞേച്ച പ്രവാചകനാ. ആ പ്രവാചകനായി എൻ്റെ കൂടെ ഒരു മാംസ കച്ചവടക്കാരനാണോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോ ഇതിന്റെ കാരണം മൂസ നബി തിരക്കുകയാണ്. ഈ മാംസ കച്ചവടം ചെയ്യുന്ന ഇവനിക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടാനുള്ള കാരണം എനിക്കൊന്ന് പറഞ്ഞു തരാവോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മൂസ നബിയോട് പറയാ, മൂസ നബിയെ, ഇന്ന സ്ഥലത്തൊരു പാവപ്പെട്ടവനായ ഒരു ഇറച്ചി കച്ചവടക്കാരനുണ്ട്. അയാളെ പോയി നിങ്ങളൊന്ന് കാണണം, അയാളെ നിങ്ങളൊന്ന് സന്ദർശിക്കണം. മഹാനായ മൂസ നബി വൈകിയില്ല. ഉടൻ തന്നെ നേരെ അതാ ഇറച്ചി കച്ചവടക്കാരനുള്ള ആ നാട്ടിൽ പോയിട്ട് ആ മനുഷ്യനെ കാണുകയാണ്. ചെന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ വിദേശിയാണ്, എനിക്കിവിടെ തങ്ങാനുള്ള സമയം തരണോ, എനിക്ക് പാർക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ മൂസ നബിക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. മൂസ നബിക്ക് അറിയേണ്ട കാര്യം ഒരേ ഒരു കാര്യം, ഞാൻ കിടക്കുന്ന സ്വർഗത്തിൽ എനിക്കുള്ള സൗകര്യങ്ങള്, എനിക്കുള്ള സുഖങ്ങള് ഈ മനുഷ്യന് കിട്ടാനുള്ള കാരണം മാത്രമാണ് എനിക്കറിയേണ്ടത്. മഹാനായ മൂസ നബി ആ മനുഷ്യനോട് ആ മനുഷ്യന്റെ വീട്ടിലിരിക്കുകയാണ്. ആതിഥ്യ മര്യാദയൊന്നും കൊടുത്തില്ല. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്ത് മൂസ നബിയെ ഇരുത്തി. ഈ മനുഷ്യൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഒരു വലിയ കുട്ടയുമായി വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. ആ കുട്ടയിൽ മെലിഞ്ഞൊട്ടിയ, ശരീരമൊക്കെ ജീർണാവസ്ഥയിലായ, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ആൺ ശരീരമുണ്ട്. അതിനെ കൊണ്ട് വൃത്തിയാക്കി മലമൂത്ര വിസർജനമൊക്കെ നടത്തിയതെല്ലാം വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ട് കിടത്തി. രണ്ടാമതൊരു കുട്ടയുമായിട്ട് ഈ സഹോദരൻ വീട്ടിന്റെ പുറത്തേക്ക് പോവുകയാണ്.
കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ കൊട്ടയും കൊണ്ടുപോയിട്ട് അതിലും ഒരു പെണ്ണുണ്ട്. വളരെ ജീർണാവസ്ഥയിലുള്ള പെണ്ണാണ്. ശുഷ്കിച്ച് ശോഷിച്ച് ശരീരമൊക്കെ വല്ലാത്ത ഒരവസ്ഥയിലായ സഹോദരിയാണ്. ആ സഹോദരിയെയും കുളിപ്പിച്ച് വൃത്തിയാക്കി മലമൂത്ര വിസർജനമൊക്കെ എല്ലാം വൃത്തിയാക്കി വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് പറയാ, മൂസ നബിയേ, നിങ്ങൾക്ക് ആതിഥ്യ മര്യാദ തരാൻ ഞാൻ ലേശം വൈകിപ്പോയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പൊറുക്കണേ മൂസ നബിയേ. മഹാനായ മൂസ നബി ചോദിക്കാണ്, ആ രണ്ട് കുട്ടയിലാരാണെന്ന് ചോദിച്ചപ്പോ ഒന്നെൻ്റെ ഉപ്പയാ, മറ്റൊന്നെൻ്റെ ഉമ്മയാ. എന്നെ ലാളിച്ച, എന്നെ 10 മാസം നൊന്ത് പറ്റ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുവാ. മൂസാ നബിയെ എന്നോട് പൊറുക്കണേ. മഹാനായ മൂസ നബി ആ മനുഷ്യനോട് പറയാണ്, നിങ്ങളുടെ ഉമ്മയുടെ ആ ശരീരമുണ്ടല്ലോ, ആ കുട്ടക്കകത്തുള്ള ശരീരം എൻ്റെ മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ ആ ഉമ്മ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു, അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി ജലീസ മൂസാ ഫിൽ ജന്ന. എന്താ ദുആ എന്നറിയോ? ഉമ്മാന്റെ ദുആ എന്താണെന്നറിയോ? പടച്ചവനെ, നടക്കാൻ കഴിയാത്ത, ഞങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത എന്നെയും എൻ്റെ ഭർത്താവിനെയും കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിക്കുന്ന എൻ്റെ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാ. എങ്ങനത്തെ സ്വർഗമാണെന്നറിയോ പെങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, എങ്ങനത്തെ സ്വർഗമാണെന്നറിയോ? അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി ജലീസ മൂസ. ആരെ കൂടെ ഇരുത്തണമെന്നറിയോ? ആരെ കൂടെ സ്വർഗം കൊടുക്കണമെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ സ്വർഗം കൊടുക്കണേന്ന് ഉമ്മ ദുആ ചെയ്യുന്നത് മൂസ നബി കേട്ടപ്പോ മൂസ നബി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഞാൻ ആരാന്നറിയോ? നിങ്ങളുടെ കൂടെ സ്വർഗത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാരനാ. ഞാൻ ആരാന്നറിയോ? കലീമുല്ലാഹി മൂസയാ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാരനാ. ഈ ഒരു കഥ പറഞ്ഞത് എന്തിനാന്നറിയോ? മഴ പെയ്യുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, ഞാൻ നിങ്ങളോട് പറയാൻ കണ്ടുപോകുന്ന, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ഡ്രസ്സ് വണ്ടിയിലില്ല, ഒന്നുകൂടി അല്ലേ? ഒരു പരിപാടി കൂടി ഉണ്ട്, വടകര നെറ്റ് സ്ട്രീറ്റ്. കാരണം സാധാരണ വർഷത്തിലെ അവസാനത്തിലുണ്ടാവില്ലേ, ഇന്ന് നിങ്ങളെ പരിപാടി ഇവിടെ ആയപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും വന്നതല്ലേ. മഹാനായ മൂസാ നബിക്ക് മൂസാ നബിൻ്റെ കൂടെ ഉമ്മാനും വാപ്പാനും പരിഗണിച്ചോനിക്കാണ് സ്വർഗം അല്ലേ? എന്തിനാ അധ്യക്ഷൻ കരഞ്ഞത്? പറ. വാപ്പിയമ്മയും ഖബറിലാണ്. അള്ളാഹു മൗഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മൗഫിറ, അതൊരു ബോധമാണ്. അങ്ങനത്തെ മക്കളെയാണ് ലോകത്തൊരു മനുഷ്യന് വേണ്ടത്. തീർന്നില്ല. ആ സ്വാഗത ഭാഷണങ്ങൾ കേട്ടില്ലേ? സ്വാഗതം പറഞ്ഞത്. അങ്ങനത്തെ മക്കളുണ്ടാവാൻ വേണ്ടി കൊതിച്ചോ? അങ്ങനത്തെ മക്കളുണ്ടാവാൻ വേണ്ടി കൊതിച്ചോ? ആ ഉമ്മയെ ഓർക്കുന്ന, ഉപ്പയെ ഓർക്കുന്ന, മരിച്ചുപോയി മീസാൻ കല്ലുകളെ സാക്ഷിയാക്കി 6 അടി പള്ളിപ്പറമ്പിൽ ഖബറിന്റെ ഉള്ളറകളിൽ മൂടുകല്ലുകളെ സാക്ഷിയാക്കി ആ ഉള്ളറകളിൽ കിടക്കുന്ന ഉമ്മയും വാപ്പയും, ആ ഉമ്മയും വാപ്പയും ഇത് കണ്ട് സന്തോഷിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ? ഇത്തരം നല്ല സാഹചര്യങ്ങളില്, ഇത്തരം നല്ല സമയങ്ങളില് അവരുടെ അർവാഹികളെ അല്ലാഹു പറഞ്ഞയക്കുന്നതാണ്. എങ്ങോട്ടെന്നറിയോ? വാഴയിൽ കുടുംബത്തിൽ ജനിച്ച ഓരോ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ വാപ്പ, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ, നിങ്ങളുടെ വാപ്പപ്പാപ്പമാർ, നിങ്ങളുടെ ഉമ്മാമ്മമാർ, നിങ്ങളുടെ പൂർവ്വസൂരികള്, നിങ്ങൾക്ക് മുമ്പേ നടന്നു നീങ്ങിയ ആ ആളുകളുടെ മുഴുവൻ അർവാഹികളും ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുമെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അത് വിശ്വസിക്കുന്നവരാ നമ്മള്. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. അതല്ലേ മുത്തുനബി നല്ല നല്ല രാവുകളിൽ ജന്നത്തുൽ ബഖീൽ ചെന്നിട്ട് ദുആ ചെയ്തിരുന്നത്. എന്തേ? കാരണം ഒന്നുമല്ല, ആ നല്ല രാത്രികളെ സാക്ഷിയാക്കി ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന തൻ്റെ കുടുംബങ്ങളുടെ അർവാഹികൾ അവരവരുടെ ഖബറുകളിലേക്ക് തിരിച്ചെത്തുകയും അവരുടെ കുടുംബ സംഗമങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ.
അതുകൊണ്ട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഒരു കുടുംബ സംഗമം എന്നുള്ളത് അള്ളാന്റെ മുത്തുനബി പഠിപ്പിച്ചുവല്ലോ. ഈ റമദാനിൽ ഇങ്ങനെ ഒരു സംഗമം ഈ ഒരു സ്വാഗത ഭാഷണത്തിൽ ഞാൻ കേട്ടു. എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ച, എത്രയോ കാലങ്ങളായി കൊതിച്ച, ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന, ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന, ഒന്നിരിക്കാൻ വല്ലാതെ വെമ്പല് കൊള്ളുന്ന, കുറച്ച് സമയമെങ്കിലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ള ഒരവസരം കൊതിക്കാത്തവരാരാണുള്ളത്? അങ്ങനെ ഒരവസരം ഒരുക്കാൻ നിങ്ങളുടെ മക്കൾ ഇതിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹാന്റെ മുത്തുനബി പറയാ, ആർക്ക് ലോകത്താർക്കും ഒരാളോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരാൾക്കും കമ്മിറ്റ്മെന്റ് ഇല്ല. അതുണ്ട് എങ്കിൽ അള്ളാഹ്ക്ക് മാത്രമാണ്, ഹബീബായ തങ്ങൾക്ക് മാത്രമാണ്. ആ തങ്ങൾ പഠിപ്പിക്കാണ്, ഒരു കുടുംബത്തിൽ ഒരു നല്ല മകനുണ്ടോ, ഒരു കുടുംബത്തിൽ ഒരു നല്ല മകളുണ്ടോ, ഒരു നല്ല വാപ്പയുണ്ടോ, ഒരു നല്ല ഉമ്മയുണ്ടോ, ഒരു നല്ല വല്യുപ്പയുണ്ടോ, ഒരു നല്ല വല്യുമ്മയുണ്ടോ, നിന്റെ കുടുംബം പിണക്കങ്ങളില്ലാത്ത, അനൈക്യങ്ങളില്ലാത്ത, ശിഥിലതയില്ലാത്ത, പൊട്ടിത്തെറിക്കാത്ത, ഐക്യങ്ങളുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള, റബ്ബിനിഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന കുടുംബമായിട്ട് നിന്റെ കുടുംബം കഴിയുന്നുണ്ടോ? നിനക്കല്ലാഹു തരുന്ന സ്വർഗമേതാന്നറിയോ? നിനക്കല്ലാഹു തരുന്ന സ്വർഗമേതാന്നറിയോ? നിനക്കിഷ്ടപ്പെട്ട നിനക്കിഷ്ടപ്പെട്ട വാതിലിലൂടെ നിന്റെ കുടുംബത്തെ പരിഗണിച്ചതിന്റെ പേരിൽ നിനക്കിഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗം പുൽകാമെന്ന് പറഞ്ഞത് മഹാനായ സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ വീട്ടിലൊക്കെ വണ്ടിയില്ലേ, ഉണ്ടോ? വാഹനം ഉണ്ടോ? നമ്മളത് പീരിയഡിക്കൽ സർവീസ് ചെയ്യൂലേ? നിങ്ങൾ അതിന്റെ എൻജിൻ മെയിൻറ്റെയിൻ ചെയ്യോ അതല്ല അതിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യോ? പറ. ശരിക്കും രണ്ടും ചെയ്യണം. പക്ഷെ നമ്മളെങ്ങനെ ചെയ്യാ? ഒരു വര വീണ് കഴിഞ്ഞാൽ നമുക്ക് വലിയ വേദന, പഠിച്ചോനെ അല്ലേ? ശരിക്കും ഓയിൽ നമ്മൾ മാറ്റുമോ? ഇല്ല. ഫിൽറ്റർ മാറ്റുമോ? ഇല്ല. വല്ല നോസിലോ അല്ല ഇഞ്ചക്ടറോ വല്ല കംപ്ലൈന്റ് നമ്മൾ ശരിയാക്കോ? ഇല്ല. നമ്മൾ ആദ്യം പുറം മിനിക്കുക ചെയ്യുക. നമ്മളെ നന്നാക്കും, നമ്മളെ കുടുംബത്തെ നമ്മൾ എന്താക്കൂല? പറ. നമ്മൾ നമുക്ക് വേണ്ടി ഇതായിരിക്കും, നമ്മളെ കുടുംബത്തിന് വേണ്ടി ഇതായിരിക്കോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാ? നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുക എന്നാ ആമീൻ പറ. അള്ളാഹു കബൂലാക്കട്ടെ. നല്ലൊരു സംഗമം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിങ്ങളോട് ദീൻ പറയാൻ പറ്റും. ദീനീ ചൈതന്യമുള്ള കുടുംബം, അതാ അധ്യക്ഷ ഭാഷണവും സ്വാഗതവും, ഇത് രണ്ട് കണ്ടൊഴിയാൻ തീരുമാനിച്ചിരിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിയും. ഞാൻ പറഞ്ഞല്ലോ, 11 കൊല്ലമായിട്ട് പല ഇഫ്താർ മീറ്റുകളിലും പല സദസ്സുകളിലും സംഗമിക്കാറുണ്ട്. പക്ഷേ സ്വന്തം വാപ്പയെയും ഉമ്മയെയും ഓർക്കുന്ന, തൻ്റെ കുടുംബത്തെ ഓർക്കുന്ന, കുട്ടിയണക്കി വിളക്കി ചേർത്ത് സുന്ദരമായി കൊണ്ടു നടക്കുന്ന ഒരു ബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഒരു വാഹനത്തെ നമ്മൾ ഉപമ പറയാണ്. വാഹനത്തിന്റെ ഉള്ളിൽ നന്നാക്കൂല, നമ്മൾ എവിടെ നന്നാക്കൂ? എഞ്ചിൻ നന്നാക്കൂല, പുറം നല്ലോണം മോടി അയക്കും. അതല്ല വേണ്ടത്. ഒരു വാഹനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ സർവീസ് ചെയ്യണം. അതേപോലെ നമുക്കുണ്ടൊരു എഞ്ചിന്, അത് ഖൽബാണ്, ഹൃദയമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ എഞ്ചിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷയമാണ്. അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള പക, ദേഷ്യം, വാശി, വെറുപ്പ്, പ്രതികരണ മനോഭാവം അല്ലേ? ചിലയിടത്തൊക്കെ കണ്ടാൽ ഒരു 2-3 ദിവസം ചികിത്സ ആവശ്യാർത്ഥം എൻ്റെ അടുത്തൊരു പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഇടവലത്തുള്ള പെണ്ണുണ്ട്, അയൽവക്കത്തുള്ള ഇവിടെ എന്താ പറയുക, അയൽവക്കം ഇടവലെന്നോ? അയൽവക്കം വടകര ഇടവലെന്നാ പറയുക. അതുകൊണ്ടാ പറഞ്ഞ് ഇടവലത്തുള്ള അയൽവക്കത്തുള്ള ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എൻ്റെ അയൽവക്കത്തുള്ള പെണ്ണുങ്ങൾ എന്നെ കണ്ട കാറി തുപ്പൂന്ന്. ഞാൻ ചോദിച്ചു, ഹൈന്ദവയായ പെണ്ണാണോ? അല്ല ഉസ്താദ്. ക്രൈസ്തവ മതമാണോ? അല്ല. വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട പെണ്ണാണോ? അല്ല. എൻ്റെ കെട്ടിയോൻ്റെ ഏട്ടൻ്റെ ഭാര്യ. എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ ഒരു ഓരോ വാഹനത്തിനും ഓരോ എഞ്ചിനുണ്ട്. ആ എഞ്ചിനാണ് അതിൻ്റെ മർമ്മം. അതേപോലെ നമ്മൾ എഞ്ചിനാണ് നമ്മുടെ ഖൽബ്, അതാണ് നമ്മുടെ മർമ്മം. അത് നന്നാക്കിയിട്ടില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം, റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം, ഒരു കാര്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ഒന്നും കൂടി ഒന്ന് ഓതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ഖുൽ നബിയെ നിങ്ങൾ പറയണേ ആരോട്? നിങ്ങളുടെ അടിമകളായ ആളുകളോട്, എൻ്റെ അടിമകളായ ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ. യാ ഇബാദിയല്ലദീന അസ്റഫൂ, സ്വശരീരങ്ങളോട് അക്രമം ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുടുംബം പുലർത്താത്തവർ, കുടുംബബന്ധം ശ്രദ്ധിക്കാത്തവർ, കുടുംബബന്ധം ശിഥിലമാക്കി കളയുന്നവർ, എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്നുകൊണ്ട് കുടുംബത്തെ കെട്ടിപ്പിടിക്കേണ്ടതിന് പകരം, മാതാപിതാക്കളെ അടുപ്പിക്കേണ്ടതിന് പകരം വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നവരാ. കണ്ടില്ലേ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ, വാർത്താ ചാനലുകൾ കൊട്ടിഘോഷിക്കുകയാണ്. ഒരു മകന് സ്വന്തം ഉമ്മയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു, കൂടപ്പറപ്പിന് വിഷം കൊടുത്തു. നാട്ടിൽ മുഴുവനും കാപാലികരായ ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ കൃപയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നശിച്ചുപോയ ഒരു ജനവിഭാഗത്തിന്റെ നാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പിടിക്കണോ? ആ കുടുംബത്തെ കെട്ടുറപ്പുള്ളതാക്കണം. ആ കുടുംബത്തോട് ഏതെങ്കിലും വിഷയത്തിൽ കുടുംബത്തിൽ ചെറിയ ചിത്രതകളുണ്ടോ അത് തീർത്ത്, അത് പരിഗണിച്ച്, അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും ഊഷ്മളമാക്കി കൊണ്ട് നടക്കണേ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ തീർന്നില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്താ? നമുക്കെല്ലാവർക്കും പേടിയാണെന്ത്? മറ്റുള്ളവനോട് കൂട്ടുകൂടെ ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ അല്ലേ? ഇനി കൂട്ടുകൂടാണെങ്കിൽ തന്നെ ബെനിഫിറ്റ് എന്ത് കിട്ടുന്ന? ഓനോട് ഞാൻ മിണ്ടിക്കില്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണത്തിനോ സഹായിക്കൂല, എൻ്റെ മോൻ്റെ കല്യാണത്തിനും കൂടൂല, എൻ്റെ പൊരപ്പണിക്കോനൊന്നും തരൂല അല്ലേ? ഇതല്ലേ മനുഷ്യന്റെ ചിന്ത? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ പരിശുദ്ധമായ റമദാനിലെ മഗ്ഫിറത്തിന്റെ 10 ഇന്ന് അല്ലേ? 10 എത്രാമത്തെ നോമ്പ് പറ്റൂ പറ? എത്ര? 15ാമത്തത്. എത്രാമത്തെ രാവാണെന്ന്? 16ാമത്തെ രാവ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് അനുകൂലമാണ്, മഴ വരെ ചാർന്നുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹ് പറയാ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല മക്കളുണ്ടാവും, നല്ല വാപ്പയുണ്ടാവും, നല്ല ഉമ്മയുണ്ടാവും, നല്ല വല്യുപ്പ ഉണ്ടാവും, നല്ല വല്യുമ്മ ഉണ്ടാവും, നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി നല്ല കോലത്ത് നടന്നിട്ടില്ലെങ്കിലോ? വാപ്പാക്കും ഉമ്മാക്കും പ്രായമാകുമ്പോൾ കഴുത്തിൻ്റെ മേലെ തല ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? അള്ളാന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യൻതഫിഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അള്ളാന്റെ ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ റമദാനിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അത് ജാരിയായ സദഖയാ. ഏതാ സഹോദര ജാരിയായ സ്വതക്ക? ഏതാ? നിന്റെ കുടുംബത്തെ വിളിച്ചിട്ട്, നിന്റെ ഉമ്മയെ വിളിച്ചിട്ട്, നിന്റെ മരുമക്കളെ വിളിച്ചിട്ട്, നിന്റെ മക്കളെ വിളിച്ചിട്ട്, നിന്റെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും വിളിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കല്, അത് ലോകത്തെ ഏറ്റവും നല്ല പുണ്യപ്രവർത്തനമാ. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യനങ്ങ് മരിച്ചാലേ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് ഇല്ലേ? ഉണ്ടാ? ഞാൻ ചോദിക്കട്ടെ, വാഴയിൽ ഫാമിലിയിൽപ്പെട്ട ഒരാൾ മരിച്ചു. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തിനെയും ആരോഗ്യത്തെയും ഒക്കെ കൂട്ടിത്തരട്ടെ. മോനെ അതിൻ്റെ ഡിലേ ലേശം കൂട്ടി കൊടുക്കും. ഒരു പരിപാടി കൂടി ഉണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഡിലേ മാത്രം കേട്ടോ, ഡിലേ ലേശം. നമ്മളൊക്കെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? കുറേ കരയും അല്ലേ? നെഞ്ചത്തടിച്ച് കരയും. എന്താ പറയുക? പഠിച്ചോനെ എനിക്ക് ഞാൻ ആരാ ഉള്ളത് അല്ലേ? സത്യത്തിൽ നിങ്ങൾക്കാണോ ആളില്ലാത്തത്? ആ മയ്യത്തിനാണോ ആളില്ലാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മാത്രമല്ല, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ വീട്ടിൽ വെക്കുന്ന സമ്പ്രദായം എന്ന് വരെ നിങ്ങൾ കണ്ടണോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? വേഗം കുളിപ്പിക്കും, വേഗം കഫൻ ചെയ്യും, വേഗം നിസ്കരിക്കും, വേഗം പള്ളിപ്പറമ്പ് കൊണ്ടുപോയിട്ട് മറമാടും. അതല്ലേ ചെയ്തത്? മരിച്ചു പോയാൽ നിങ്ങൾ ഇന്നങ്ങ് മരിച്ച അങ്ങക്ക് സ്വർഗമുണ്ട്. കാരണം എന്താ?
എന്താ കാരണം? വാഴയിൽ ഇഫ്താർ മീറ്റ്. എന്താ? നിങ്ങൾ അതിന്റെ ഭാഗമായി. നിങ്ങൾ ഈ സദസ്സിലിരുന്നു. അള്ളാഹുവിന്റെ വാനലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാ. എന്തിനു വേണ്ടിയിട്ടാ? നോമ്പുകാരായ ആളുകള് അവര് നോമ്പ് മുറിക്കാൻ വേണ്ടി, നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ആവേശത്തിന്റെ, സന്തോഷത്തിന്റെ അലമാലകള് അത് റബ്ബിന്റെ സമക്ഷത്തേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ ഒരു കടൂരുള്ള ഈ ഒരു റിസോർട്ടിന്റെ ചാരത്ത് ഈ ഒരു പ്രഭാഷകനെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. എന്താണ് അയാൾ പറയുന്നത്? ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോ അള്ളാന്റെ മുത്തുനബി പറയാ, നിങ്ങളങ്ങ് മരിച്ചാലും ഇന്ന് ലോകത്തോട് വിട പറഞ്ഞാലും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യമേതാ? അത് വാഴയിൽ കുടുംബത്തിന്റെ ഇഫ്താർ മീറ്റ് സംഗമത്തിന് വന്നതാ. ഇദാ മാതൽ ഇൻസാനു, ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ അവന്റെ അമലെല്ലാം നശിച്ചു പോകും. ചിരിച്ചത്, കളിച്ചത്, രസിച്ചത്, ഉല്ലസിച്ചത്, ലോകത്ത് മതിമറന്നത്, റബ്ബിനെ മറന്നത്, ലോകത്ത് ചെയ്ത സകലമാന കാര്യങ്ങളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. മൂന്ന് കാര്യം. അതിലൊന്നാമത്തെ കാര്യം ജാരിയായ സ്വതഖയാണ്. മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കല്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കല്, മറ്റുള്ളവന്റെ വയറ് നിറക്കല്, അതാണോ ലോകത്തുള്ള ഏറ്റവും വലിയ ജാരിയായ സ്വതഖ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് മരിച്ചാൽ നിങ്ങൾക്ക് ഉപകാരമാണ്. ഇത് മരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യത്തെക്കാളും വലുതാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന് കൂടെ നടന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നിനക്ക് ഉപകാരമുള്ള അറിവാ. അതല്ലേ നീ കേട്ടത്? ബാക്കവിയുടെ നാവിൽ നിന്ന്. മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന, വയനാട് ജില്ലയുടെ ഒരു ഭാഗത്ത് ജോലി ചെയ്യുന്ന ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഈ വാഴയിൽ കുടുംബത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ഈ ജനങ്ങളോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് സംവദിക്കുക. നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. നമ്മളെ പടക്കുന്നതിന് മുമ്പ് അള്ളാന്റെ സമക്ഷത്ത് നമ്മളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിരുന്നു. അവിടുന്ന് കൂടിയ ബന്ധമാണ് ഇന്നും ഇവിടെയും നമ്മൾ സംഗമിച്ചത്. ഈ ബന്ധത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവന്റെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിനെ അള്ളാഹു നസീബാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. രണ്ടാമത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമെന്താ? ഉപകാരമുള്ള അറിവാ. നല്ല വാപ്പയാവണം, നല്ല ഉമ്മയാവണം, നല്ല മക്കളാവണം, നല്ല കുടുംബമാകണം. അതിൽ ഐക്യമുണ്ടാവണം. ഐക്യമുണ്ടായാൽ അവനിക്ക് സ്വർഗമാണ്. കുടുംബ ബന്ധം നല്ല പോലെ കൊണ്ടുപോയാൽ അവന്റെ ആയുസ്സിൽ വർധനവാണ്, അവന്റെ കുടുംബത്തിൽ നേട്ടങ്ങളാണ്, അവന്റെ ബിസിനസ്സുകളിൽ വിജയമാണ്, അവന്റെ മക്കൾ നന്നാവുകയാണ്, അവന്റെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയാണ്. എല്ലാം നശിച്ചു പോകുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് പാരാവാരം പോലെ ജനസഞ്ചയത്തെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ റബ്ബിന്റെ മുമ്പില് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു നാളുണ്ടല്ലോ. അവിടെ ഞാനും വരും. ഈ വാഴയില് കുടുംബ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ, ഇഫ്താർ മീറ്റിൽ സംഗമിച്ച ഓരോ ആണും പെണ്ണും അവിടെ വരുമ്പോ ഇൻഷാ അല്ലാഹുവിനോട് പറയാൻ കഴിയണം, റബ്ബേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമം ഞങ്ങൾ സംഗമിച്ചത്. അതിനാണ് ഞങ്ങൾ സമ്മേളിച്ചത്. ഈ ഒരു കുടുംബത്തെ ഭദ്രമാക്കിയതിന്റെ പേരിലെങ്കിലും ഹിസാബില്ലാതെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു ഇതുകൊണ്ട് നൽകുമാറാവട്ടെ. മൂന്നാമതൊരു മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നീ നന്നായാൽ, നിന്റെ കുടുംബം നന്നാക്കിയാൽ, ബന്ധങ്ങൾ സുന്ദരമാക്കിയാൽ, ബന്ധങ്ങൾ സുദൃഢമാക്കിയാൽ, എപ്പോഴും കെട്ടുറപ്പുള്ള ബന്ധമാക്കി നിലനിർത്തി കഴിഞ്ഞാൽ അതിൽ നല്ല മക്കളുണ്ടാകുന്നതാണ്. എങ്ങനത്തെ മക്കളാണെന്നറിയോ? ഈ അധ്യക്ഷ ഭാഷണത്തിൽ ഇവിടെ വെമ്പലോടെ ഇരുന്നുവല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഖബറിലുണ്ട്. ഉമ്മയോ വാപ്പയോ ഒക്കെ മരിച്ചവര് ഖബറിലുണ്ട്.
ആ ഖബറിൽ ഈ കാഴ്ച അവർ കാണുമ്പോ അവർക്കതൊരാനന്ദമാണ്, അവർക്കതൊരു ആഹ്ലാദമാണ്, അവർക്കതൊരു സന്തോഷമാണ്. ഉമ്മയെ ഓർക്കുന്ന, വാപ്പയെ ഓർക്കുന്ന, കുടുംബത്തെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി ഉദ്കുറു മഹാസിന മൗതാക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകന് നിനക്കുണ്ടോ? ഒരു മകള് നിനക്കുണ്ടോ? ലോകത്ത് നിനക്ക് ഏറ്റവും വലിയ സമ്പാദ്യം അതാ. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്താലും, ജീവിതത്തിൽ എന്ത് പാപം ചെയ്താലും, നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? അവരെ പരിഗണിച്ചാൽ, നിന്റെ കുടുംബത്തിൽ പാവങ്ങളുണ്ടോ? അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ, വീടില്ലാത്തവര്, മക്കൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ജീവിത പ്രയാസങ്ങളുള്ളവര്, അവർക്ക് നിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താ നിന്റെ മക്കൾ നന്നാവുന്നതാണ്, നിന്റെ ആയുസ് വർദ്ധിക്കുന്നതാണ്. നിന്റെ ജീവിതത്തിൽ അല്ലാഹു ദുനിയാവിലെ നിലവാരം അല്ലാഹു ഉയർത്തുന്നതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ആ കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിലോ, ആ കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിലോ അവനിക്ക് സൂഉൽ ഖാതിമയാണ്, മരണം മോശമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഈ ഒരു സന്തോഷം കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്താണെന്നറിയോ? നാളെ ആഖിറം വെളിച്ചമായി കിട്ടും. ആരുമില്ലാത്ത ഖബറിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മഹാനായ സൈനബ് ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ സൈനബ് ബീവി? ഉമ്മമാര് കേട്ടോ, ആരാ സൈനബ് ബീവി? പുന്നാര നബി തങ്ങളെ മോള. ആ മോളെ ഖബറിലേക്ക് അങ്ങ് കൊണ്ടുവച്ചപ്പോ അല്ലാഹുവിന്റെ മുത്തുനബി കരയുകയാ, പൊട്ടി കരയുകയാ. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത് യാ റസൂലല്ലാഹ്? അങ്ങയുടെ പുന്നാരമോള് സൈനബിനെ ഖബറിൽ വെച്ചപ്പോ എന്തിനാ നിങ്ങൾ കരഞ്ഞതെന്ന് മഹാനായ ലോകത്തിന്റെ പ്രവാചകരായ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു മറുപടി ഓർമ്മപ്പെടുത്തട്ടെ സ്വഹാബാ. എൻ്റെ സൈനബിനെ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിനെ ആ ഖബറിലേക്ക് ഞാൻ അങ്ങ് ഇറക്കി വെച്ചപ്പോ ആ ഖബർ എടുക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബാ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാന്മാര് പറഞ്ഞെന്താണെന്നറിയോ? ഖബർ ഇടുങ്ങിയിട്ട് നമ്മുടെ രണ്ട് വാരിയെല്ലുകൾ ഇതുപോലെ കോർക്കപ്പെടും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ നിന്ന് മരിച്ചുപോയവരെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ചിന്തിപ്പിച്ച കാര്യത ദുനിയാവിൻ്റെ സന്തോഷങ്ങളും ആർഭാടങ്ങളും സുഖങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കണ്ട് മതിമറന്ന നമ്മളെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മളെ ഇദ്ദേഹം ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചിന്ത? ഖബറിലേക്ക് അങ്ങ് കൊണ്ടുവച്ച് നിങ്ങൾ പോന്നാൽ എല്ലാവരും പോരും, ആരും അവിടെ നിൽക്കില്ല. ഖബറിൽ കൊണ്ടുവച്ച് 3 കല്ലും വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ. അവിടെ തന്നെ കിടക്ക്, നിന്നെ പടച്ച രീതിന്ന ഇതിലേക്ക് തന്നെ നിന്നെ മടക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ ഇതിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഖബറിൽ വെച്ചിട്ട് എല്ലാവരും പോരും. പോന്നാൽ അടുത്ത പ്രൊസീജിയർ എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ, ഒരു മുത്തുനബി പറയാ, എൻ്റെ മോളെ ഞാൻ ആ ഖബറിലേക്ക് അങ്ങ് ഇറക്കിയപ്പോ എൻ്റെ സൈനബിനെ ആ ഖബർ കുടുസാക്കുന്നത്, ആ സൈനബിനെ ആ ഖബറിലിട്ട് ഞെരിക്കുന്നത്, ഇടുക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബാ. ഏത് വാപ്പാക്കാ സഹിക്കാൻ പറ്റുക, ഏത് ഉമ്മാക്കാ സഹിക്കാൻ പറ്റുക? പിന്നീട് നബി തങ്ങൾ പുഞ്ചിരിച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ പുഞ്ചിരിക്കുന്നത്? എൻ്റെ ദുആ കാരണം സൈനബിന്റെ ഖബർ വിശാലമായി. ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന സഹോദരാ സഹോദരിമാരെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ കുടുംബ ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് നിനക്കുള്ള നേട്ടമെന്താ? നിന്റെ ഖബർ വിശാലമാകുന്നതാ. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ ഖബറായി നിന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കുന്നതാണ്. അവിടെ നിനക്ക് സുഖമാണ്, സൗകര്യമാണ്, സുഖാനുഭൂതികളാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിതൊരു കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിൽ രക്ഷപ്പെടും, ഒന്നാമത്തെ ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം എന്താണെന്നറിയോ? മരിക്കാൻ കിടക്കുമ്പോ രക്ഷപ്പെടും. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ? പറ, പറ്റുമോ? ഇല്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി, അറിയോ? വാർത്ത കേട്ടിക്കോ. ഓൻ പറഞ്ഞു, ഞാൻ മരിക്കൂല. എന്താ പറഞ്ഞേ? പറ. നമ്മളെ വിചാരം പോലെ ഓൻ്റെ വിചാരം, ഞാൻ മരിക്കൂല. അതിന് കാരണം എന്താ പറഞ്ഞെന്നറിയോ?
സയന്റിഫിക്കൽ സോൺസ് ഇൻ ഡെവലപ്മെന്റ്. ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിൽ എങ്ങനെ നിലനിർത്താമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു സമയമായിരുന്നു അത്. എങ്ങനെ മനസ്സിലാക്കിക്കോ. വിജയിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നെ പറയാം. വിജയിച്ചിട്ടില്ല എന്നുള്ളത്. ഓൻ പറഞ്ഞു ഞാൻ മരിക്കൂല. എല്ലാ ആഡപ്യന്മാരായ സ്കിൽഫുള്ളായ ഡോക്ടേഴ്സും അധികാരവർഗങ്ങളും എല്ലാ സുഖാനുഭൂതികളും സന്തോഷങ്ങളും എല്ലാ സെക്യൂരിറ്റി ഫോഴ്സുമുള്ള ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി പറയാ ഞാൻ മരിക്കൂല. എന്താ പറഞ്ഞു? നമ്മളെ വിചാരം അതല്ലേ? അല്ലാണ്ട് ഖുർആൻ പറഞ്ഞു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവർക്കും മരണമുണ്ട്. ഇവർ ഈ അള്ളാന്റെ ഖുർആന്റെ അധ്യാപനവും ഈ ജോൺ എഫ് കെന്നഡിയുടെ വാക്കും തമ്മിലുള്ള പോരാണ്. ആര് ജയിക്കും? ആരാ ജയിച്ചേ? പറ. അല്ലാഹ് ജയിച്ചു. എന്താ? ഈ ആത്മാവിൽ നിന്ന്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എങ്ങനെയാണ്, ദേഹത്ത് നിന്ന് ദേഹി എങ്ങനെയാണ് പോകുന്നത് എന്ന് പഠിക്കാൻ ശാസ്ത്രം പഠനം നടത്തി. ആ ആത്മാവ് പിരിയില്ല, ശരീരത്തിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്ന് പഠനം നടത്തിയതിന്റെ പുരോഗമനവാദവുമായി അമേരിക്ക വന്നപ്പോഴാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് എനിക്ക് മരണമില്ല. അത് പറഞ്ഞ് 24 മണിക്കൂർ തീരുന്നതിന് മുമ്പാണ് അമേരിക്കയുടെ തെരുവീതികളിലൂടെ നടന്നുപോയ കാറിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള കാറിൽ സഞ്ചരിച്ചിരുന്ന ജോൺ എഫ് കെന്നഡി ബോംബ് ബ്ലാസ്റ്റിൽ എല്ലാം ചാരമായി മാറിയെങ്കിൽ, വെറും വെണ്ണീറായി മാറിയെങ്കിൽ, അള്ളാന്റെ ഖുർആനും അതാ പറഞ്ഞത്. ആ രംഗബോധമില്ലാത്ത കോമാളി ഈ വാഴയിൽ കുടുംബത്തിന്റെ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്ത ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഓർമ്മപ്പെടുത്താണ്, ആ ഇസ്രായേൽ നിന്റെ ചാരത്തും വരും. എപ്പോഴാന്നറിയില്ല, എവിടെ വെച്ചാന്നറിയില്ല, മരണം എങ്ങനാന്നറിയില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖാബിലുൽ അർവാഹ് നിന്റെ ചാരത്ത് വരുമ്പോ 70,000 മലക്കുകളാ 70,000 മലക്കുകൾ നിന്നെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്തിനാന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പായിട്ട് നീ പെടയാതിരിക്കാൻ. നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്നത് 70,000 മലക്കുകളാ. ആ മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചിട്ട് ഖാബിലുൽ അർവാഹ് ഇസ്രായേൽ ഇങ്ങനെ റൂഹിനെ പിടിച്ചൂരുകയാ. അതിന്റെ വേദന അറിയുമോ? അതിന്റെ വേദന അറിയുമോ? ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ? ഇവിടുത്തെ ഭക്ഷണമല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളല്ല. നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഖം എപ്പോഴാണെന്നറിയോ? വയ്യാതെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് കിടക്കപ്പാഴയില് നിന്റെ റൂമിന്റെ അകത്തലങ്ങളില് നിന്നെ തളച്ചിടപ്പെടുമ്പോ ഖാബിലുൽ അർവാഹ് ഇസ്രായേൽ നിന്റെ ചാരത്തോട്ട് കടന്നു വരുമ്പോ, മലക്കുകൾ നിന്നെ പിടിച്ചു വെക്കുമ്പോ, ആ സമയത്ത് വേദനയില്ലാതെ പോകണോ? മരണവേദനയില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയണോ? അതാണ് ഈ ഇഫ്താർ മീറ്റ്, അതിനാണ് ഈ സംഗമം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി വെറുതെ പറഞ്ഞതല്ല, ഐതിഹ്യങ്ങളും കെട്ടുകഥകളും നിരത്തുകയല്ല. അള്ളാന്റെ മുത്തുനബിയുടെ റൂഹ് പിടിക്കുകയാ. ആയിഷ ബീവിയുടെ മടിയിലാ തല വെച്ചത്. ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അള്ളാന്റെ മുത്തുനബി ഇങ്ങനെ കരയുകയാ. ആരാ ആയിഷ ബീവി? ലോകത്തിന്റെ ഉമ്മയല്ലേ. അവസാനം ആയിഷ ബീവിയുടെ ഉമ്മുനീര് അള്ളാന്റെ ഹബീബായ മുത്തുനബിയുടെ വായിലായതോടെയാണ് ലോകത്തിന്റെ പ്രവാചകരി ലോകത്തോട് വിട പറയുന്നത്. എങ്ങനാ? പല്ല് തേച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അറാക്ക് മിനുസമില്ല, പരുവരുത്തതാ. അത് കടിച്ച് വൃത്തിയാക്കി അത് മിനുസപ്പെടുത്തി കൊടുത്തത് ആയിഷ ബീവിയാ. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ട് ലോകത്തിന്റെ പ്രവാചകർ അഷ്റഫുൽ വറാ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാന്റെ മുഖത്ത് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആയിഷ ബീവിയോട് പറയാ, ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്,
ലോകം തന്നെ പടക്കാര് കാരണക്കാരനാ ഞാൻ. സ്വർഗത്തിൽ ആദ്യം എത്തുന്നത് ഞാനാ. പുനർജന്മം ജനിപ്പിക്കുന്ന സമയത്ത്, പുനർജന്മത്തിന്റെ സമയത്ത് ആദ്യം ഞാനാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. മഹ്ശറിൽ എത്തുന്നത് ആദ്യം ഞാനാ. അല്ലാഹുവോട് ശുപാർശ ചെയ്യുന്നത് ഞാനാ. എല്ലാ സൗകര്യങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് തന്നു. ആയിഷ, നിന്റെ മടിയിൽ ഞാൻ കിടക്കുമ്പോ അസ്റായീൽ എൻ്റെ റൂഹിനെ പിടിക്കുന്നുണ്ട്. വല്ലാത്ത വേദനയാ ആയിഷ, സഹിക്കാൻ പറ്റുന്നില്ല ആയിഷ, സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാ. ആ വേദനയില്ലാതെ ഓരോ രോമക്കുത്തിലും 300 വർഷത്തെ വേദനയാ. എങ്ങനത്തെ വർഷവാ? ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലെ, ഒരു മിനിറ്റ് ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം, ഒരാഴ്ച ഒരു മാസം പോലെ, ഒരു മാസം ഒരു വർഷം പോലെയുള്ള, ഒരു വർഷം പോലെയുള്ള 300 വർഷം നിന്റെ റൂഹ് പിടിച്ച വേദന നിന്റെ ഓരോ രോമകൂപമിലും ഉണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവിടെ വെച്ച് പഠിപ്പിച്ചു. വേദന ലഘൂകരിച്ച് മരിക്കണോ? കുടുംബബന്ധം നിലനിർത്തിക്കോ? മാതാപിതാക്കളെ പരിഗണിച്ചോ? ഉമ്മയെ പരിഗണിച്ചോ? ഉപ്പയെ പരിഗണിച്ചോ? കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണേ. അവസാനിപ്പിക്കട്ടെ. മരണം നല്ല മരണം കിട്ടുന്നതാണ്. ഖബർ സന്തോഷിക്കുന്നതാണ്. നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കുന്നതാണ്. ഹിസാബില്ലാതെ അള്ളാന്റെ മുത്തുനബി നിന്നെ മാടി വിളിച്ചിട്ട് ആയിഷ ബീവിയോടൊപ്പം, നഫീസത്തുൽ മിസ്രിയോടൊപ്പം, ഫാത്തിമ ബീവിയോടൊപ്പം, മാഷിത ബീവിയോടൊപ്പം, മഹദികളാകുന്ന വനിതകളോടൊപ്പം, മഹാന്മാരാകുന്ന സ്വഹാബത്തിനോടൊപ്പം സ്വർഗത്തിൽ പോവണോ? ഏറ്റവും നല്ല വഴി അത് കുടുംബബന്ധം ചേർക്കലാണ്. എല്ലാവരും അന്യോന്യം പരസ്പരം സ്നേഹിക്കലാണ്, കെട്ടിപ്പിടിക്കലാണ്, മുസാഫഹത്ത് ചെയ്യലാണ്, മുആനഖത്ത് ചെയ്യലാണ്, ഹസ്തദാനം ചെയ്യലാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ഈ വാഴയിൽ കുടുംബത്തിന്റെ അന്തസ്സും യശസ്സും എന്നെന്നും നാൾക്ക് നാൾ ഉയർത്തണേ അല്ലാ. ഈ കുടുംബത്തെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഉന്നതങ്ങളിൽ എത്തിക്കണേ അല്ലാ. ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ. സുഖ സൗഖ്യം നൽകണേ അല്ലാ. എല്ലാ നിലക്കുമുള്ള വിജയവും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.